بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اللهم علمنا ما ينفعنا، وانفعنا بما علمتنا، وزدنا علما، وأصلح لنا شأننا كله، ولا تكلنا إلى أنفسنا طرفة عين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാനമുള്ള സഹോദരീ സഹോദരങ്ങളെ, ഏറ്റവും അഫ്ളലായ ഇബാദത്താണ് അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ പഠിക്കുക എന്നുള്ളത്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ, ഖൈറായ ആളുകൾ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത് റമദാനിലാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. മുബാറകത്തായ അനുഗ്രഹീതമായ രാത്രിയായ ലൈലത്തുൽ ഖദ്ർ, ആ രാത്രിയിലാണ് അല്ലാഹു ഖുർആൻ അവതരിപ്പിച്ചത്. ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രി അത് റമദാനിലാണ്. ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട റമദാൻ മാസം. അപ്പോൾ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട റമദാൻ മാസത്തിൽ ഖുർആൻ പഠിക്കുന്നതിന്, അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുന്നതിന് കൂടുതൽ ശ്രദ്ധതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖമറിൽ 4 തവണ ആവർത്തിച്ച ഒരായത്താണ് വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. നാം ഖുർആനിനെ എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു. ഫഹൽ മിൻ മുദ്ദക്കിർ. ആ എളുപ്പമാക്കിയ ഖുർആനിനെ സ്വീകരിക്കാൻ ആരാണുള്ളത്? അതിനെക്കുറിച്ച് ഉറ്റാലോചിക്കാൻ ആരാണുള്ളത്? പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഖുർആനിനെ അള്ളാഹു എളുപ്പമാക്കിയത് 3 രൂപത്തിലാണ്. ഖുർആൻ പാരായണം ചെയ്യാൻ, ഖുർആൻ മനഃപ്പാഠമാക്കാൻ, ഖുർആനിൻ്റെ പദങ്ങൾ അള്ളാഹു എളുപ്പമുള്ളതാക്കി. അതുപോലെ തന്നെ ഖുർആനിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കാൻ, ഖുർആനിൻ്റെ ആശയങ്ങൾ അള്ളാഹു എളുപ്പമുള്ളതാക്കി. ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കാൻ, ഖുർആനിൻ്റെ വിധിവിലക്കുകൾ അള്ളാഹു എളുപ്പമുള്ളതാക്കി. ഇങ്ങനെയൊക്കെ ഖുർആൻ അള്ളാഹു എളുപ്പമാക്കിയിട്ട് അള്ളാഹു ചോദിച്ചത് ഫഹൽ മിൻ മുദ്ദക്കിർ. ആരാണ് ഇതിനെ ഉറ്റാലോചിക്കാനുള്ളത്? ഫഹൽ മിൻ മുത്തഇദിൻ യത്തഇദു ബിഹി. ഖുർആനിൽ നിന്ന് ഉപദേശങ്ങൾ ഉൾക്കൊള്ളാൻ ആരാണുള്ളത്? ഉലമാക്കൾ പറഞ്ഞതായി കാണാം, ഈ ചോദ്യം ഖുർആനിലേക്ക് മുന്നിട്ട് വരാൻ മുഅ്മിനീങ്ങൾക്കുള്ള പ്രോത്സാഹനമാണ്. ഖുർആനുമായി ബന്ധം വിച്ഛേദിക്കുക, ഖുർആനുമായി അകലുക എന്നുള്ളത് ഒരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ല. അവൻ്റെ ജീവിതകാലം മുഴുവൻ ഖുർആനിനെ അവഗണിക്കുക എന്നുള്ളത് ഒരിക്കലും പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പരലോകത്ത് പരാതി പറയുന്ന ഒരു കാര്യം അള്ളാഹു സൂറത്തുൽ ഫുർഖാനിൽ പറയുന്നുണ്ട്. വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. റസൂൽ പറയും, അല്ലാഹുവേ, എൻ്റെ റബ്ബേ, എൻ്റെ സമുദായം, എൻ്റെ ഖൗമ് ഈ ഖുർആനിനെ അവഗണിച്ചിരിക്കുന്നു. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഖുർആനിനെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ പല രൂപത്തിലാണ്. ഖുർആൻ പാരായണം ചെയ്യാതെ ഖുർആനെ അവഗണിക്കുക,
ഖുർആനിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ ഖുർആനിനെ അവഗണിക്കുക, ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യാതെ ഖുർആനെ അവഗണിക്കുക, ഖുർആൻ കൊണ്ട് ചികിത്സിക്കാതെ ഖുർആൻ അവഗണിക്കുക, അതൊക്കെ ഖുർആൻ അവഗണിക്കുന്നതിൽപ്പെട്ടതാണ്. അപ്പോൾ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ മുഴുവൻ ഖുർആനുമായി ബന്ധമുണ്ടായിരിക്കണമെങ്കിൽ റമദാൻ മാസത്തിൽ ഖുർആനുമായി ഈ പറഞ്ഞ ബന്ധം അത് കൂടുതൽ ശക്തമാകണം. ഖുർആൻ ഓതിക്കൊണ്ട്, ഖുർആനിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് റമദാൻ മാസത്തിൽ കൂടുതൽ ഒരുവൻ ഖുർആനുമായി കൂടുതൽ ബന്ധമുണ്ടായിരിക്കണം എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആയത്താണ് ആയത്തുൽ കുർസി. ഖുർആൻ മുഴുവൻ, ഖുർആൻ പൊതുവായി മൊത്തത്തിൽ ഖുർആൻ മനസ്സിലാക്കുക, പഠിക്കുക എന്നുള്ളത് വളരെയധികം ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. ഖുർആൻ പൊതുവായി മൊത്തത്തിൽ അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് കൂടുതൽ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനെ ചിന്തിക്കാത്ത, ഖുർആനെ പഠിക്കാത്ത ആളുകൾ ആക്ഷേപിച്ചുകൊണ്ട് ചോദിച്ചു, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവർ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ എന്ന് അല്ലാഹു ഖുർആനിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് ചോദിച്ചതായി കാണാം. ഖുർആനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ? അപ്പോൾ പൊതുവെ മൊത്തത്തിൽ ഖുർആനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് ശ്രേഷ്ഠതയുള്ള കാര്യമാണ് എങ്കിൽ, മൊത്തത്തിൽ ഖുർആൻ അതിൻ്റെ ആശയം മനസ്സിലാക്കൽ, അത് പഠിക്കൽ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് എങ്കിൽ, ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്ത് അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് പഠിക്കുന്നതിന് എത്ര ശ്രേഷ്ഠതയാണ് ഉണ്ടായിരിക്കുക. ഇത്തരത്തിൽ ഖുർആനിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള, ഏറ്റവും മഹത്വമുള്ള ആയത്താണ് ആയത്തുൽ കുർസി. ആ ആയത്തുൽ കുർസിയുടെ വിശദീകരണമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ആയത്തുൽ കുർസി ഖുർആനിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള അഅ്ളമു ആയ, ഏറ്റവും മഹത്തായ ആയത്താണ് ആയത്തുൽ കുർസി. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിനോട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ അബൽ മുൻദിർ, അദ്ദേഹത്തിൻ്റെ കുനിയത്താണ് അബുൽ മുൻദിർ എന്ന് പറഞ്ഞാൽ. യാ അബൽ മുൻദിർ, അല്ലയോ അബുൽ മുൻദിർ, അതദ്രി അയ്യ ആയത്തിൻ മിൻ കിതാബില്ലാഹി മഅക അഅ്ളം, അല്ലാഹുവിൻ്റെ കിതാബിൽ ഏറ്റവും മഹത്തായ ആയത്തായി നീ മനസ്സിലാക്കുന്ന ആയത്ത് ഏതാണ്? അപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു ആലം, അള്ളാഹുവിനും അവൻ്റെ റസൂലിനുമാണ് ഏറ്റവും കൂടുതൽ അറിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു, അതദ്രി അയ്യ ആയത്തിൻ ഫീ കിതാബില്ലാഹി മഅക അഅ്ളം, അള്ളാഹുവിൻ്റെ കിതാബിൽ ഏറ്റവും മഹത്തായ ആയത്തായി നീ മനസ്സിലാക്കുന്നത് ഏതാണ്? അപ്പം അദ്ദേഹം പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, ആയത്തുൽ കുർസിയാണ്. ഈ ആയത്ത് അദ്ദേഹം പറഞ്ഞു കൊടുത്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെ നെഞ്ചത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു, വല്ലാഹി ലയുഹ്നികൽ ഇൽമു അബൽ മുൻദിർ, അബുൽ മുൻദിർ, താങ്കളുടെ ഈ ഒരു അറിവ് അത് വളരെയധികം പ്രശംസനീയമാണ്. അദ്ദേഹത്തിൻ്റെ ആ അറിവ് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പ്രശംസിച്ചു. അപ്പോൾ നോക്കൂ, സ്വഹാബികൾ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്തായി മനസ്സിലാക്കിയത് ഈ ആയത്താണ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം സയ്യിദുൽ ഖുറാ എന്നറിയപ്പെട്ട സ്വഹാബിയാണ്, ഖുർആൻ അറിയുന്നവരുടെ നേതാവ്, ഖുർആൻ ഹിഫ്ളുള്ള, മനപ്പാടമുള്ള സ്വഹാബിയാണ് ഉബയ്യ് ഇബ്നു കഅബ്. അങ്ങനെ ഖുർആൻ അറിയുന്ന സ്വഹാബികളുടെ നേതാവാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. ഖുർആനിൽ നമുക്കറിയാം 6000-ൽ കൂടുതൽ ആയത്തുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അദ്ദേഹത്തിനോട് ചോദിച്ചു, ഏതാണ് ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്ത്? അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മര്യാദ കാരണം അള്ളാഹുവിൻ്റെ റസൂലിനാണ് ഏറ്റവും കൂടുതൽ അറിയുക എന്ന് പറഞ്ഞു.
പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്ത് മനസ്സിലായി? ഇത് എനിക്കറിയുന്ന കാര്യം പറയാനുള്ള അനുമതിയാണ് രണ്ടാമത്തെ ചോദ്യമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം ഈ 6000-ൽ കൂടുതലുള്ള ആയത്തുകളിൽ നിന്ന് ഏറ്റവും മഹത്തായ ആയത്തായി മനസ്സിലാക്കിയത് ഏതാണ്? അള്ളാഹുവിനെ കുറിച്ച് മാത്രം പരാമർശിക്കുന്ന, അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങൾ അടങ്ങുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് പറയുന്ന ആ ആയത്താണ് അദ്ദേഹം ഏറ്റവും മഹത്തായ ആയത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുത്തത്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ വിധിവിലക്കുകളുള്ള ആയത്തുകളുണ്ട്, ചരിത്രം പറയുന്ന ആയത്തുകളുണ്ട്, പരലോകത്തിനെ കുറിച്ച് പറയുന്ന ആയത്തുകളുണ്ട്, നരകത്തിനെ കുറിച്ച് പറയുന്ന ആയത്തുകളുണ്ട്, സ്വർഗത്തിനെ കുറിച്ച് പറയുന്ന ആയത്തുകളുണ്ട്. ഇതൊന്നും പറയാതെ അദ്ദേഹം ആയത്തുൽ കുർസി പറഞ്ഞു കൊടുത്തു. നോക്കൂ, സ്വഹാബികൾ അവരെ അറിവ് നിങ്ങൾ നോക്കൂ. അവരെ മനസ്സിൽ തൗഹീദിനുള്ള സ്ഥാനം അത്രയും വലുതായിരുന്നു. അവർക്കറിയാം തൗഹീദാണ് ഏറ്റവും മഹത്തായ കാര്യമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് ഏറ്റവും മഹത്തായ ആയത്ത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ തൗഹീദ് അടങ്ങിയ മഹത്തായ ആയത്ത് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ആയത്തുൽ കുർസി ഏറ്റവും മഹത്തായ ആയത്താകുന്നതിനുള്ള കാരണം? അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് മാത്രം പറയുന്ന ആയത്താണ്. അല്ലാഹുവിൻ്റെ അൽ അസ്മാഉൽ ഹുസ്ന വസ്സിഫാത്തുൽ കാമിലത്തുൽ ഉല്യ, അല്ലാഹുവിൻ്റെ ഏറ്റവും നല്ല പേരുകൾ ആയത്തുകളിലുണ്ട്. അല്ലാഹുവിൻ്റെ ഏറ്റവും പരിപൂർണമായ ഉന്നതമായ വിശേഷണങ്ങൾ ആ ആയത്തിലുണ്ട്. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് യാതൊരു കുറവുമില്ല, അല്ലാഹുവിന് യാതൊരു ന്യൂനതയുമില്ല. അത്തരം ന്യൂനതകളിൽ നിന്ന് അല്ലാഹുവിനെ പരിശുദ്ധപ്പെടുത്തുന്ന കാര്യങ്ങളും ഈ ആയത്തിലുണ്ട്. അതാണ് ആയത്തുൽ കുർസി ഇത്രയും മഹത്തായ ആയത്താകുന്നതിനുള്ള കാരണം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, തൗഹീദ്, അതിൻ്റെ ന്യായം, അതിനുള്ള ന്യായങ്ങൾ ഈ ആയത്തിൽ ഒരുമിച്ചതുപോലെ വേറൊരു ആയത്തിലും ഒരുമിച്ചിട്ടില്ല. അല്ലാഹു മാത്രമാണ് യഥാർത്ഥത്തിലുള്ള ഇലാഹ്, അവനല്ലാതെ ഇലാഹില്ല എന്നതിനുള്ള ന്യായങ്ങൾ, തെളിവുകൾ ഒരൊറ്റ ആയത്തിൽ വിശുദ്ധ ഖുർആനിൽ ഒരുമിച്ചിട്ടുണ്ട് എങ്കിൽ അത് ആയത്തുൽ കുർസിയിലാണ്. തൗഹീദിൻ്റെ ന്യായങ്ങൾ ആയത്തുൽ കുർസിയിൽ ഒരുമിച്ചതുപോലെ മറ്റൊരു ആയത്തിലും ഒരുമിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ ഒരുപാട് ശ്രേഷ്ഠതകൾ ഈ ആയത്തിൽ വന്നിട്ടുണ്ട്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം നിശ്ചയിക്കപ്പെട്ട ചില സമയങ്ങളിൽ ഈ ആയത്ത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവന് ലഭിക്കുന്ന ഏറ്റവും നല്ല ഒരു ഹാഫിളാണ്, ഏറ്റവും നല്ല സംരക്ഷകമാണ് ഈ ഒരു ആയത്തിലൂടെ അവന് ലഭിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ചൊല്ലാൻ പ്രത്യേക സമയങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിൽ ഇത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഒരു മുസ്ലിമിന് അള്ളാഹുവിൻ്റെ ഹിഫ്ള്, അള്ളാഹുവിൻ്റെ കാവൽ അത് ലഭിക്കപ്പെടുന്നു. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ ആയത്തിനുണ്ട്. മാത്രമല്ല, ഈ ആയത്ത് സൂറത്തുൽ ബഖറയിൽ പെട്ടതാണ്. അത് ഈ ആയത്തിൻ്റെ ശ്രേഷ്ഠതയാണ്. കാരണം സൂറത്തുൽ ബഖറ അതിനൊരുപാട് ശ്രേഷ്ഠതകളുണ്ട്. ഖുർആനിൽ ഏറ്റവും വലിയ സൂറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായി ലഭിക്കപ്പെട്ട ഒരു നൂറാണ്, മറ്റൊരു പ്രവാചകന്മാർക്കും ലഭിക്കപ്പെടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം പ്രത്യേകമായി ലഭിക്കപ്പെട്ട നൂറാണ് ആമനർ റസൂൽ. സൂറത്തുൽ ബഖറ അവസാനിക്കുന്ന അവസാനത്തെ 2 ആയത്തുകൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം ലഭിക്കപ്പെട്ട ഒരു നൂറാണ്. ആ നൂറ് ഏത് സൂറത്തിലുള്ള? സൂറത്തുൽ ബഖറയിലാണ് ഉള്ളത്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഇന്നൽ ബൈതല്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ ഇന്നശ്ശൈത്താന യൻഫിറു മിനൽ ബൈതില്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീടുകളിൽ നിന്ന് ശൈത്താൻ ഓടി രക്ഷപ്പെടും. അപ്പം അങ്ങനെയൊക്കെ ശ്രേഷ്ഠത പറഞ്ഞിട്ടുള്ള സൂറത്തുൽ ബഖറയിലാണ് ആയത്തുൽ കുർസി ഉള്ളത് എന്നുള്ളത് ആയത്തുൽ കുർസിയുടെ മറ്റൊരു പ്രത്യേകതയാണ്.
നമുക്കറിയാം ഈ ആയത്തിൻ്റെ പേര് ആയത്തുൽ കുർസി എന്ന പേരിലാണ് പ്രസിദ്ധമായിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ആയത്തുൽ കുർസി എന്ന് പേര് വരാനുള്ള കാരണം? അള്ളാഹുവിൻ്റെ കുർസീനെ കുറിച്ച് ഈ ആയത്തിൽ പരാമർശിക്കുന്നുണ്ട്. എന്താണ് കുർസി എന്നുള്ളത് നമ്മൾ വിശദീകരിക്കും. അപ്പോൾ എന്താണ് കുർസി എന്നുള്ളത് നമ്മൾ വിശദീകരിക്കും. അപ്പോൾ ആ കുർസീനെ കുറിച്ച് പരാമർശിക്കപ്പെട്ട ആയത്തായതുകൊണ്ടാണ് ആയത്തുൽ കുർസി എന്ന് ഈ ആയത്തിനെ കുറിച്ച് പേര് വരാനുള്ള കാരണം. ഇനി ആയത്ത് നോക്കുക. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹ് എന്ന അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തായ നാമം കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ആരംഭിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്. അവനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുമ്പോൾ അള്ളാഹു ആരംഭിച്ചത് അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാമം കൊണ്ടാണ്. അള്ളാഹ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഇലാഹ് എന്നതിൽ നിന്നാണ് അള്ളാഹ് എന്നുള്ളത് വന്നിട്ടുള്ളത്. അള്ളാഹ് എന്ന് പറഞ്ഞാൽ എല്ലാ ഇബാദത്തുകൾക്കും അർഹനായ ഏകനായ ഇലാഹ്, ആരാധ്യൻ. അള്ളാഹ് എന്ന നാമത്തിൻ്റെ അർത്ഥം അതാണ്. അള്ളാഹ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ നാമങ്ങളുടെ അസ്ലാണ്, അടിസ്ഥാനമാണ്. ബാക്കി എല്ലാ നാമങ്ങളും ഈ നാമത്തിലാക്കാണ് എന്ത് ചെയ്യുക, മടക്കപ്പെടുന്നത്. ശുദ്ധ ഖുർആൻ നമ്മൾ തുറന്നു നോക്കിയാൽ എത്രയാണ് നമ്മൾ അള്ളാഹുവിൻ്റെ പേരായി അല്ലാഹ് 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 എന്ന് നമ്മൾ ഖുർആനിൽ ഓതുന്നത്. എല്ലാ പേരുകളിലും ഈ പേരിലേക്കാണ് മടക്കപ്പെടുന്നത്. അള്ളാഹു അസീസും ഹക്കീമുമാണ്. അള്ളാഹു സമീഉം ബസീറുമാണ്. അള്ളാഹു അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ്. അള്ളാഹു ഗഫൂറും റഹീമുമാണ്. ഗഫൂറും റഹീമും അള്ളാഹു ആണ് എന്നല്ല പറയുന്നത്. നേരെ മറിച്ച് എല്ലാ പേരുകളും ഈ പേരിലേക്കാണ് മടക്കപ്പെടുന്നത്. അപ്പോൾ അള്ളാഹ് എന്ന പേരിൻ്റെ അർത്ഥം അതാണ്, അതിൻ്റെ ശ്രേഷ്ഠത, അതിൻ്റെ പ്രാധാന്യം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ തന്നെ മറ്റുള്ള പ്രവാചകന്മാർ അള്ളാഹുവിനെ വിളിക്കാൻ ഉപയോഗിച്ച ഏറ്റവും മഹത്തായ പേരാണ് അള്ളാഹ്. അല്ലാഹുമ്മ, അള്ളാഹ് എന്ന പേര്. യാ അള്ളാഹ്, അല്ലാഹുമ്മ എന്ന് പറഞ്ഞാൽ യാ അള്ളാഹ് എന്നാണ് അർത്ഥം, അള്ളാഹുവേ. ഈ പേരിൻ്റെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു. അള്ളാഹു പറയാണ് ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല അവനല്ലാതെ. അവനല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന് പറഞ്ഞാൽ അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരു ഇലാഹുമില്ല. ലാ മഅബൂദ ബിഹഖിൻ സിവാഹു. യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായി അവനല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്ന് പറഞ്ഞാൽ ഉണ്ട്, അള്ളാഹു അല്ലാതെ ഇലാഹുമാരുണ്ട്. ജനങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങളായും ജാറങ്ങളായും മക്ബറകളായും പുണ്യപുരുഷന്മാരായും തങ്ങന്മാരായും ബാവമാരായും ബീവിമാരുമായൊക്കെ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ഒരുപാട് ആലിഹത്തുകൾ, ഇലാഹുകളുണ്ട്. പക്ഷെ ഇവിടെ അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരു ഇലാഹില്ല എന്നാണ് ഇവിടെ അർത്ഥം. അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന എന്തൊക്കെ ആരാധ്യ വസ്തുക്കളുണ്ട് അതൊക്കെ നിരർത്ഥകമാണ്, വ്യാജന്മാരാണ്, അവകാശമില്ലാതെ ആരാധിക്കപ്പെടുന്നവരാണ്. അള്ളാഹു പറഞ്ഞില്ലേ ദാലിക ബിഅന്നല്ലാഹ ഹുവൽ ഹഖ് വഅന്ന മാ യദ്ഊന മിൻ ദൂനിഹി ഹുവൽ ബാത്തിൽ വഅന്നല്ലാഹ ഹുവൽ അലിയുൽ കബീർ. അള്ളാഹു അവനാണ് ഹക്കായിട്ടുള്ളവൻ. എല്ലാ ഇബാദത്തുകളുടെയും ഹക്ക് അള്ളാഹുവിനാണ്. എന്നാൽ മനുഷ്യന്മാർ അവന് പുറമെ വിളിച്ചാരാധിക്കുന്ന ആളുകളോ അവർ ബാത്തിലാണ്, നിരർത്ഥകമാണ്, അവർക്ക് ആരാധനകൾക്ക് അവകാശമില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് ലാ ഇലാഹ ഇല്ലാഹു. അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു എന്ന് പറഞ്ഞാൽ ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. ഒരു മുസ്ലിം അംഗീകരിക്കേണ്ട കലിമത്തു തൗഹീദാണിത്. ലാ ഇലാഹ ഇല്ലാഹു എന്ന് പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ട് കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. ലാ ഇലാഹ ഇല്ലാഹു അതല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. ഒന്ന്, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകല
ആരാധ്യന്മാരെയും നിഷേധിക്കുന്നു. അള്ളാഹുവിന് പുറമെ യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എന്തൊക്കെ വസ്തുക്കളുണ്ടോ അതിനൊക്കെ നിഷേധിക്കുന്നു. ഇല്ലാഹുവ, അതല്ലെങ്കിൽ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിലൂടെ എല്ലാ ആരാധനകളും അള്ളാഹുവിന് സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ രണ്ട് കാര്യം ഉണ്ടെങ്കിലേ ലാ ഇലാഹ ഇല്ലാഹു അതല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അത് ശരിയാവുകയുള്ളൂ. ഒരാൾ പറയാണ് ഞാൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നു, പക്ഷെ അള്ളാഹുവിന് പുറമെ ആരാധിക്കണ ആൾക്കാരെ പോലെ ആരാധിച്ചോട്ടെ, എന്തിനപ്പം ഞാൻ നിഷേധിക്കാൻ പോണ് എന്ന് ചോദിച്ചാൽ അവന് ആത്മാർത്ഥമായി ലാ ഇലാഹ ഇല്ലാഹു അതല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ ഇത് രണ്ടും അനിവാര്യമായും വേണ്ടതുണ്ട്. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകലതിനെയും നിഷേധിക്കുകയും അള്ളാഹുവിന് മാത്രമായി എല്ലാ ആരാധനകളും സ്ഥിരപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രമാണ് യഥാർത്ഥത്തിലുള്ള ഇലാഹ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? അള്ളാഹുവിനാണ് പരിപൂർണങ്ങളായ വിശേഷണങ്ങൾ ഉള്ളത്. അവനാണ് അവൻ്റെ അടിമകൾക്ക് എല്ലാ അനുഗ്രഹവും നൽകുന്നത് അവനാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അള്ളാഹു മാത്രമാണ് യഥാർത്ഥത്തിലുള്ള ഇലാഹി എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് പരിപൂർണങ്ങളായ വിശേഷണങ്ങൾ ഉള്ളത് അള്ളാഹുവിന് മാത്രമാണ്. അള്ളാഹു മാത്രമാണ് അവൻ്റെ അടിമകൾക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ നിങ്ങൾ ജനങ്ങൾ വിളിച്ചാരാധിക്കുന്ന അവരെ ആരാധ്യന്മാരെ നോക്കൂ. അവർ കേവലം സൃഷ്ടികളാണ്, കേവലം സൃഷ്ടികളാണ്. കുറവുകളുള്ള, ന്യൂനതകളുള്ള, തിന്നുന്ന, കുടിക്കുന്ന, വിസർജിക്കുന്ന, ക്ഷീണം ബാധിക്കുന്ന, ഉറങ്ങുന്ന, അങ്ങനെ കേവലം ദുർബലരിൽ ദുർബലരാകുന്ന സൃഷ്ടികളാണ്. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം അങ്ങനെ തന്നെയാണ്. പലതും നിർജീവമായ കാര്യങ്ങളാണ്, പലതിനും ചലനമില്ലാത്തതാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധനാണ്. അള്ളാഹു പറഞ്ഞില്ല ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും. അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചാരാധിക്കുന്നവരെല്ലാം നിങ്ങളെപ്പോലെയുള്ള അടിമകൾ മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാ അനുഗ്രഹവും നമുക്ക് നൽകിയത്. ഈ കാണുന്ന സൃഷ്ടിപ്പെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. ഹുവല്ലദീ ഖലഖ ലക്കും, അവനാണ് നിങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ സൃഷ്ടിച്ചത്. ഈ കാണുന്ന സൃഷ്ടിജാലങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ് എങ്കിൽ നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെയുള്ള ആളുകൾ വിളിച്ചാരാധിക്കുന്ന ആരാധ്യന്മാരെ നോക്കൂ. ഒരു പുൽക്കൊടിയെങ്കിലും അവർ സൃഷ്ടിച്ചിട്ടില്ല. ഒരു ഈച്ചയെപ്പോലും, അതല്ലെങ്കിൽ ആ ഈച്ചയുടെ ഒരു ചിറക് പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല. അള്ളാഹു പറഞ്ഞില്ല ഹാദാ ഖൽഖുല്ലാഹ്, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വിശാലമായ ഈ ലോകം അത് അള്ളാഹുവിൻ്റെ മനോഹരമായ സൃഷ്ടികളിൽപ്പെട്ടതാണ് എങ്കിൽ ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി, അവന് പുറമെയുള്ള ആളുകൾ സൃഷ്ടിച്ച എന്തെങ്കിലും ഒന്ന് നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ. കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖൂ ദുബാബൻ വലൗ ഇജ്തമഉ ലഹു. ജനങ്ങൾ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ആളുകളെല്ലാം ഒരുമിച്ച് കൂടിയാൽ പോലും ഒരു ഈച്ചയെപ്പോലും, ഈച്ചയുടെ ഒരു ചിറകിനെപ്പോലും, ഒരു കാരക്കയുടെ നാരുപോലും, ആ കാരക്കയുടെ കുരുവിൻ്റെ മുകളിലുള്ള പാട പോലും അവർക്ക് സൃഷ്ടിക്കാൻ സാധിക്കുകയില്ല. അതാണ് ജനങ്ങൾ അള്ളാഹുവിന് പുറമെ വിളിച്ചാരാധിക്കുന്ന ആരാധ്യന്മാരുടെ അവസ്ഥ ഇതാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ പരിപൂർണനാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അള്ളാഹു മാത്രമാണ് യഥാർത്ഥത്തിലുള്ള ഇലാഹ്, അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. അതാണ് അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു എന്ന് പറഞ്ഞ്. അൽ ഹയ്യുൽ ഖയ്യൂം, അൽ ഹയ്യുൽ ഖയ്യൂം, അള്ളാഹു ഹയ്യും ഖയ്യൂമുമാണ്. അള്ളാഹുവിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട നാമങ്ങളാണത്, അൽ ഹയ്യു അൽ ഖയ്യൂം. ഈ രണ്ട് നാമങ്ങൾ ഉലമാക്കൾ വിശദീകരിച്ചതുപോലെ അള്ളാഹുവിൻ്റെ സകല നാമങ്ങളെയും ഉൾക്കൊള്ളുന്ന നാമമാണ്. നമുക്ക് അതിൻ്റെ വിശദീകരണം കേൾക്കുമ്പോൾ മനസ്സിലാകും.
അൽ ഹയ്യു അൽ ഖയ്യൂം എന്നുള്ളത് അള്ളാഹുവിൻ്റെ സകല നാമങ്ങളെയും ഉൾക്കൊള്ളുന്ന രണ്ട് നാമമാണ്. അൽ ഹയ്യു അൽ ഖയ്യൂം എന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 3 സ്ഥലങ്ങളിലാണ് ഈ രണ്ട് നാമം ഒരുമിച്ച് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ആയത്തുൽ കുർസിയാണ്, ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ട് ഏതാണ്? സൂറത്തു ആലി ഇമ്രാൻ്റെ തുടക്കത്തിൽ അള്ളാഹു പറഞ്ഞു അലിഫ് ലാം മീം അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം. മൂന്നാമതായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വഅനതിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം. വിശുദ്ധ ഖുർആനിൽ തന്നെ 3 സ്ഥലങ്ങളിൽ ഈ രണ്ട് പേരും അള്ളാഹു ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് പേരും അള്ളാഹുവിൻ്റെ പരിപൂർണതയെ അറിയിക്കുന്ന പേരാണ്. അൽ ഹയ്യ് എന്ന് പറഞ്ഞാൽ എന്താ? എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, മരണം ഇല്ലാത്തവൻ. അൽ ഹയ്യ് എന്ന് പറഞ്ഞാൽ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, അവന് മരണം ഇല്ല. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹു പറഞ്ഞത് നോക്കൂ, വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്. ഒരിക്കലും മരിക്കാത്തവനായ, ഹയ്യായ, എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനായ അള്ളാഹുവിൻ്റെ മേൽ നിങ്ങൾ ഭരമേൽപ്പിക്കും. നീ ഭരമേൽപ്പിക്കേണ്ടത് എപ്പോഴോ മരിച്ചുപോയ ആളുടെ മേലല്ല. നീ ഭരമേൽപ്പിക്കേണ്ടത് ഇന്നോ നാളെയോ മരിക്കാനിരിക്കുന്ന ഏതെങ്കിലും അവൻ്റെ മേലല്ല. നീ ഭരമേൽപ്പിക്കേണ്ടത് എന്നൊന്നും ജീവിച്ചിരിക്കുന്ന മരിക്കാത്തവനായ അള്ളാഹുവിൻ്റെ മേലാണ് നീ ഭരമേൽപ്പിക്കേണ്ടത്. അൽ ഹയ്യ് എന്ന് പറഞ്ഞാൽ എന്നൊന്നും ജീവിച്ചിരിക്കുന്നവൻ. അള്ളാഹുവിന് മരണമില്ല. അള്ളാഹുവിന് മരണമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യമേ ഉള്ളവനാണ്. അള്ളാഹുവിൻ്റെ ബിദായത്തിനൊരു അവ്വലിയത്തില്ല. അവ്വലുൻ ബിലാ ബിദായ, തുടക്കമില്ലാത്തവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, കാന അല്ലാഹ് വലം യകുൻ ഷൈഉൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം ഉണ്ടായിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു, വേറൊന്നുമില്ല. അള്ളാഹു മാത്രം. അള്ളാഹു ആദ്യമേ ഉള്ളവനാണ്. അള്ളാഹുവിന് തുടക്കമില്ല. വആഖിറും ബിലാ നിഹായ, അള്ളാഹു അവസാനമില്ലാത്തവനാണ്. അള്ളാഹുവിന് അവസാനമില്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു കുല്ലു മൻ അലൈഹ ഫാൻ, എല്ലാവരും നശിക്കും. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, ദുൽ ജലാൽ വൽ ഇക്റാമായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രം അവശേഷിക്കും, അവൻ മാത്രം ബാക്കിയാകും. കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹ, എല്ലാം നശിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ. അവനല്ലാത്ത എല്ലാതും നശിക്കും. വ ഇലൈഹി തുർജഊൻ, അവനിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. അൽ ഹയ്യ് എന്ന് പറഞ്ഞ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അവന് മരണമില്ല. അള്ളാഹുവിന് മരണമില്ല. അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അതാണ് ഹയ്യ് എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിന് പരിപൂർണമായ ജീവിതമുണ്ട്. പരിപൂർണമായ ജീവിതമുള്ളവന് പരിപൂർണങ്ങളായ വിശേഷണങ്ങളും നാമങ്ങളുമുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത്, ഈ പേര് അള്ളാഹുവിൻ്റെ മറ്റെല്ലാ നാമങ്ങളെയും ഉൾക്കൊള്ളും എന്ന് പറയാനുള്ള കാരണം എന്താ? അള്ളാഹുവിന് പരിപൂർണമായ ജീവിതമുണ്ട് എങ്കിൽ പരിപൂർണമായ ജീവിതമുള്ളവനാണ് പരിപൂർണമായ വിശേഷണങ്ങളും നാമങ്ങളും ഉള്ളത്. അതാണ് അൽ ഹയ്യ് എന്ന് പറഞ്ഞാൽ. ഇനി എന്താണ് അൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ? എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ, അവനെ നിയന്ത്രിക്കാൻ ഒരാളുമില്ല. അൽ ഖായിമു ബിനഫ്സിഹി, അവൻ സ്വയം നിലകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിനെ നിലനിർത്താൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കാൻ, അള്ളാഹുവിന് ആശ്രയം കൊടുക്കാൻ ഒരാളുടെയും ആവശ്യമില്ല. എന്നാൽ അവനിലേക്കാണ് എല്ലാവരുടെയും ആശ്രയം. ബാക്കിയെല്ലാം നിലകൊള്ളുന്നത് അവനെ കൊണ്ടാണ്. അതാണ് അൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ. മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ വമാ ഉരീദു അയ്യുതഇമൂൻ. മനുഷ്യന്മാരെ, നിങ്ങളിൽ നിന്ന് എനിക്കൊരു റിസ്ഖും വേണ്ട, നിങ്ങൾ എനിക്ക് ഭക്ഷണം നൽകണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, ജനങ്ങളെ, നിങ്ങളാണ് അള്ളാഹുവിലേക്ക് ആവശ്യക്കാർ.
അള്ളാഹുവിന് നിങ്ങൾ ആവശ്യമില്ല. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അള്ളാഹു നിങ്ങളിൽ നിന്ന് ധന്യരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ സ്വയം നിലകൊള്ളുന്നവനാണ്. മറ്റുള്ളവർ എല്ലാം അവനിലേക്ക് ആവശ്യക്കാരും മറ്റെല്ലാം നിലകൊള്ളുന്നത് അവനെ കൊണ്ടുമാണ്. ഹുവല്ലദീ ഖാമ ബിനഫ്സിഹി വഹുവല്ലദീ യുഖീമു ബിഗൈരിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സ്വയം നിലകൊള്ളുന്നവനും മറ്റുള്ളവയെ നിലനിർത്തുന്നവനും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പോൾ നോക്കൂ, മറ്റെല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ, മറ്റെല്ലാവരും അള്ളാഹുലേക്ക് ആവശ്യക്കാരാണ് എങ്കിൽ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാണ് പരിപൂർണങ്ങളായ പരിശുദ്ധമായ ഏറ്റവും കഴിവുറ്റ പ്രവർത്തനങ്ങൾ ഉള്ളവൻ. അള്ളാഹുവാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. എല്ലാതും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിന് കീഴിലാണ്. അള്ളാഹുവിനെ നിയന്ത്രിക്കാൻ ആരുമില്ല. അപ്പം എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന അള്ളാഹു അവനാണ് എല്ലാ കഴിവുറ്റ പരിശുദ്ധങ്ങളായ പരിപൂർണങ്ങളായ പ്രവർത്തനങ്ങളുള്ളത്. അവൻ്റെ ഏറ്റവും കഴിവുറ്റ ഏറ്റവും പരിപൂർണമായ ഏറ്റവും പരിശുദ്ധമായ പ്രവർത്തനങ്ങളാണ് സൃഷ്ടിപ്പ് നടത്തുക എന്നുള്ളത്. അതുപോലെ തന്നെ ജീവിപ്പിക്കുക എന്നുള്ളത്, മരിപ്പിക്കുക എന്നുള്ളത്, റിസ്ഖ് കൊടുക്കുക എന്നുള്ളത്, ഇത് ഏറ്റവും കഴിവുറ്റ പരിശുദ്ധങ്ങളായ പരിപൂർണങ്ങളായ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളാണ്. അള്ളാഹു എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ എല്ലാ കഴിവുറ്റ പ്രവർത്തനങ്ങളുടെയും ഉടമയാണ് എന്ന് നമുക്ക് അത് അറിയിച്ചു തരുന്നുണ്ട്. അള്ളാഹു അൽ ഹയ്യു അൽ ഖയ്യൂം, അള്ളാഹു ഹയ്യും ഖയ്യൂമുമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പരിപൂർണമായ നാമഗുണവിശേഷണങ്ങളെയെല്ലാം ഈ രണ്ട് നാമങ്ങൾ നമുക്ക് അറിയിച്ച് തരുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമിൻ ആയാതിഹി, അള്ളാഹുവിൻ്റെ ആയത്തിൽപ്പെട്ടതാണ്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്, അൻ തഖൂമസ് സമാഉ വൽ അർദു ബിഅംരിഹി, ഈ ആകാശവും ഭൂമിയെല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ മേലാണ് നിലകൊള്ളുന്നത്. അള്ളാഹുവിൻ്റെ കൽപ്പനയുടെ മേലാണ് ഈ ആകാശവും ഭൂമിയുമെല്ലാം നിലകൊള്ളുന്നത്. അത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നത്. ആകാശം നിങ്ങൾ നോക്കൂ, അത് മനുഷ്യന്മാരുടെ മേലേക്ക് ഇടിഞ്ഞു വീഴാതെ അതിനെ അള്ളാഹു ഉയർത്തി നിർത്തിയിരിക്കുന്നു. അതിനെ നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്. ഭൂമി നിങ്ങൾ നോക്കൂ, ഭൂമിയിലുള്ള ആളുകളുമായി ഈ ഭൂമി ചാഞ്ചാടുന്നില്ല, അത് ചലിക്കുന്നില്ല, അതിനെ അള്ളാഹു പിടിച്ചു നിർത്തിയിരിക്കുന്നു. ഇന്നല്ലാഹ യുംസികു സ്സമാവാതി വൽ അർദ അൻ തസൂല, അള്ളാഹു ആകാശത്തിനെയും ഭൂമിയെയും ഇളകാതെ പിടിച്ചു നിർത്തിയിരിക്കുന്നു. വല ഇൻസാലത, ഇനി അത് ഇളകിക്കഴിഞ്ഞാൽ, ഇൻ അംസകഹുമാ മിൻ അഹദിൻ മിൻ ബഅദി, അള്ളാഹു അല്ലാതെ നിങ്ങൾക്ക് വേണ്ടി അത് പിടിച്ചു നിർത്താൻ ആരാണുള്ളത്? അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹു ആണ് ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന, അതിനെയെല്ലാം ഉറപ്പിച്ചു നിർത്തുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അള്ളാഹുവിൻ്റെ എല്ലാ പരിപൂർണങ്ങളായ വിശേഷണങ്ങളെയും നാമങ്ങളെയും അറിയിക്കുന്ന രണ്ട് നാമമാണ് അൽ ഹയ്യു അൽ ഖയ്യൂം. നമ്മൾ പ്രാർത്ഥനയിൽ നമ്മളിത് ഉൾപ്പെടുത്തുക. കാരണം മുഹഖിഖുകളായ ഉലമാക്കൾ പറഞ്ഞതായി കാണാം, ഇന്നഹുമൽ ഇസ്മുൽ അഅ്ദം, ഈ രണ്ട് പേരുകൾ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഏറ്റവും മഹത്തായ രണ്ട് നാമങ്ങളാണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഇദാ ദുഇയല്ലാഹു ബിഹി അജാബ, ആ പേര് മുൻനിർത്തി അള്ളാഹുവിനോട് ഒരുവൻ തേടിയാൽ അള്ളാഹുവിന് ഉത്തരം നൽകും. വഇദാ സുഇല ബിഹി അഅ്താ, ആ പേര് മുൻനിർത്തി അള്ളാഹുവിനോട് വല്ലവൻ്റെയും ആവശ്യം തേടിയാൽ ആ ആവശ്യം അള്ളാഹു നിർവഹിച്ചു കൊടുക്കും. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ അൽ ഇസ്മുൽ അഅ്ദമിൽപ്പെട്ട രണ്ട് നാമങ്ങളാണ് അൽ ഹയ്യു അൽ ഖയ്യൂം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകൾ ഇത് കാണാം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്,
أصلح لي شأني كله ولا تكلني إلى نفسي طرفة عين اللهم إني أسألك بأن لك الحمد لا إله إلا أنت المنان بديع السماوات والأرض يا ذا الجلال والإكرام يا حي يا قيوم. സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏറ്റവും മഹത്തായ പ്രാർത്ഥനയുടെ മുൻപുള്ള അള്ളാഹുവിനുള്ള മഹാമിദുകളാണ്, സ്തുതിവാക്കുകളാണിത്. ഇത് മുൻനിർത്തി തേടിയാൽ ശേഷം തേടുന്നത് ഉറപ്പായും ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ മഹാമിദുകളിൽ ഈ 2 പേരുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കാണുവാൻ സാധിക്കും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹയ്യാണ്, ഖയ്യൂമാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനാണ്. ആ അള്ളാഹുവിൻ്റെ പരിപൂർണമായ വിശേഷണങ്ങളിൽപ്പെട്ടതാണ് ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം. അള്ളാഹുവിന് പരിപൂർണമായ ജീവിതമുണ്ട് എന്ന് പറഞ്ഞു. ആ അള്ളാഹുവിൻ്റെ പരിപൂർണമായ ജീവിതത്തിൽപ്പെട്ടതാണ് അള്ളാഹുവിന് ഉറക്കമോ മയക്കമോ ബാധിക്കുകയില്ല. ലാ തഅഖുദുഹു, അവനെ പിടികൂടുകയില്ല. സിനത്തുൻ, സിനത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മയക്കം. മയങ്ങൂല. നമ്മൾ ഇപ്പോൾ ക്ലാസ്സിലൊക്കെ ഇരുന്നിട്ട് തൂങ്ങി ഉറങ്ങും, അതിനാണ് എന്താ പറയുക? തൂങ്ങി ഉറക്കം. അതിനാണ് സിനത്ത് എന്ന് പറയാം. നൗമ് എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള ഉറക്കം. അപ്പം ഇത് രണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ബാധിക്കുകയില്ല. കാരണം അള്ളാഹു പരിപൂർണമായ ജീവിതമുള്ളവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഇന്നല്ലാഹ ലാ യനാം വലാ യംബഗി ലഹു അൻ യനാം. അള്ളാഹു ഉറങ്ങുകയില്ല. ഉറക്കം എന്നുള്ളത് അള്ളാഹുവിന് യോജിച്ചതുമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഉറക്കമോ മയക്കമോ ഇല്ല. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. അള്ളാഹുവിനുള്ളതാണ് ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റേതാണ്. നമ്മൾ ഒരുപാട് ഖുർആനിൽ കേൾക്കുന്നതാണ്. ഖുർആനിൽ നമ്മൾ ഒരുപാട് ഓതുന്ന ഒരു വാക്കാണ് ലഹു മാ ഫിസ് സമാവാതി വൽ അർദ്, ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ലഹു മാ ബൈന സമാവാതി വൽ അർദ് എന്നൊക്കെ നമ്മൾ ഓതും. ആകാശഭൂമിയിലുള്ളതെല്ലാം അവനുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതെല്ലാം അവൻ്റേതാണ്, അതെല്ലാം അവൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്, അതെല്ലാം അള്ളാഹുവിൻ്റെ മുൽക്കിലുള്ളതാണ്, അള്ളാഹുവിൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ്. ഈ ആകാശവും ഈ ഭൂമിയും അതിൻ്റെ ഇടയിലുള്ള എന്തെല്ലാം സൃഷ്ടികളുണ്ടോ അതെല്ലാം അള്ളാഹുവിൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ്, അതെല്ലാം അള്ളാഹുവിൻ്റേതാണ്. അവനാണ് അതിനെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. പണ്ഡിതൻ പറഞ്ഞു, ഹുവൽ മാലികു വമാ സിവാഹു മംലൂകുൻ. അള്ളാഹുവാണ് മാലിക്, അള്ളാഹുവാണ് എല്ലാത്തിൻ്റെയും അധികാരി. അള്ളാഹുവിന് പുറമെയുള്ളതെല്ലാം അവൻ്റെ അധികാരത്തിന് കീഴിൽ വരുന്നതാണ്. അള്ളാഹുവാണ് റാസിഖ്, അള്ളാഹുവാണ് ഖാലിഖ്, അള്ളാഹുവാണ് സൃഷ്ടാവ്, അള്ളാഹുവാണ് ഉപജീവനം കൊടുക്കുന്നവൻ, അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത്. അവന് പുറമെയുള്ളതെല്ലാം സൃഷ്ടിക്കപ്പെട്ടതാണ്, അവന് പുറമെയുള്ളതെല്ലാം അവൻ റിസ്ക് കൊടുക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടേതാണ് ആകാശഭൂമികളും, അതിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റെ മുൽക്കിൽ പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുൽക്കിൽ നിന്ന് ഒരു മിസ്ഖാൽ ദർറ, ഒരു അണിമണി തൂക്കം പോലും, ഒരു അണുമണി തൂക്കം പോലും ഒരാളും ഉടമപ്പെടുത്തുന്നില്ല. അള്ളാഹുവിൻ്റെ മുൽക്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അധികാരത്തിൽ നിന്ന് ഒരാളും ഒരു അണുമണി തൂക്കം പോലും ഉടമപ്പെടുത്തുന്നില്ല. എല്ലാതും അള്ളാഹുവിൻ്റേതാണ്. ഇത് പറഞ്ഞാൽ ചിലപ്പോൾ ചില ഇഷ്കാലുണ്ടാകും. ഇപ്പം മനുഷ്യന്മാർക്ക് ഇവിടെ സംവിധാനങ്ങളുണ്ടല്ലോ, അവർക്ക് ഭൂമിയുണ്ടല്ലോ, അവർക്ക് സ്വത്തുവകകളുണ്ടല്ലോ, ഉണ്ട്. അത് അള്ളാഹു നിനക്ക് ഒരു നിശ്ചിത കാലത്തേക്ക് നിനക്ക് ഉടമപ്പെടുത്തി തന്നതാണെങ്കിലും അതിൻ്റെ പൂർണ്ണമായ ഉടമസ്ഥാവകാശം നിനക്കില്ല. അത് നിൻ്റേതാണെങ്കിലും അതിൻ്റെ പൂർണ്ണമായ ഉടമസ്ഥാവകാശം അള്ളാഹുവിൻ്റേതാണ്. എന്താണ് പൂർണ്ണമായ ഉടമസ്ഥാവകാശം നിനക്കില്ല എന്ന് പറയാനുള്ള കാരണം എന്താ? ഒരു സമയം വന്നാൽ നിന്റെ ഈ സ്വത്തുവകകൾ നിന്നെ വിട്ടുപിരിഞ്ഞു പോകും. അതല്ലെങ്കിൽ ഒരു
സമയം വന്നാൽ നിന്റെ ഈ സ്വത്തുവകകൾ വിട്ട് നീ പോകും. കാലാകാലം നിന്റെ അരികിൽ നിന്റെ ഈ സ്വത്തുവകകൾ നിനക്കുണ്ടാവുകയില്ല. അതാണ് അള്ളാഹുവാണ് എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ എന്ന് പറഞ്ഞു. നിന്റെ കയ്യിലുള്ളതും എൻ്റെ കയ്യിലുള്ളതും ഈ ജനങ്ങളുടെ മുഴുവൻ കയ്യിലുള്ള എല്ലാ കാര്യങ്ങളുടെയും പൂർണ്ണമായ ഉടമസ്ഥാവകാശം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കയ്യിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊരു നിശ്ചിത കാലത്തേക്ക് നമ്മളെ ഏൽപ്പിച്ചു എന്ന് മാത്രം. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി, നബിയെ പറയുക, അള്ളാഹു മാലിക്കുൽ മുൽക്കാണ്, രാജാധിരാജനാണ്. തൂറ്റിൽ മുൽക മൻ തശാ, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ എന്ത് ചെയ്യും? അവൻ അധികാരം കൊടുക്കും. ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദി വമാ ഫീഹിൻ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് ആകാശ ഭൂമികളും അവക്കിടയിലുള്ളതിൻ്റെ എല്ലാം മുൽക്ക്, അധികാരം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റേതാണ്. മാലിക് യൗമിദ്ദീൻ, അല്ലാഹു പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനാണ്. അല്ലാഹു പ്രതിഫല ദിവസത്തിൻ്റെ ഖിയാമത്ത് നാളിൻ്റെ മാലിക്കാണ്. എന്താണ് ഖിയാമത്ത് നാളിൻ്റെ മാലിക്കാണ് അല്ലാഹു എന്ന് പറയാനുള്ള കാരണം എന്താ? അന്ന് ഈ ദുനിയാവിൽ നമ്മൾ പറഞ്ഞു, നിശ്ചിത കാലത്തേക്ക് കുറച്ച് ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലതിൻ്റെ ഉടമസ്ഥാവകാശം നൽകിയിട്ടുണ്ട് എങ്കിൽ, പരലോകത്ത് നിശ്ചിത കാലത്തേക്ക് വേണ്ടി പോലും ഒരാൾക്കും ഒരു ഉടമസ്ഥാവകാശവും ഉണ്ടായിരിക്കുകയില്ല. പൂർണ്ണമായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉടമസ്ഥാവകാശത്തിലായിരിക്കും. അല്ലാഹു ആയിരിക്കും അവിടെ പൂർണ്ണമായും മാലിക്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, എല്ലാ ജിന്നുകളെയും എല്ലാ മനുഷ്യന്മാരെയും വന്യമൃഗങ്ങളെയും എല്ലാം മഹ്ശറിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് അല്ലാഹു ഒരു അറിയിപ്പ് കൊടുക്കും. ആ അറിയിപ്പ് അടുത്ത് നിൽക്കുന്ന ആൾ കേൾക്കുന്നത് പോലെ അകലെ നിൽക്കുന്ന ആളുകൾ കേൾക്കും. അല്ലാഹു എന്താണ് അറിയിപ്പ് കൊടുക്കുക? അനൽ മലിക് അനദ്ദയ്യാൻ, ഞാനാണ് ഇന്ന് ഇവിടെ രാജാവ്, ഞാനാണ് ഇവിടെ ഇന്ന് പ്രതിഫലം കൊടുക്കുന്നവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, അനൽ മലിക് ഐന മുലൂകുൽ അർദ്, ഞാനാണ് ഇന്ന് രാജാവ്. എവിടെ? ഭൂമിയിൽ ഭരിച്ചിരുന്ന ഭൂമിയിലെ രാജാക്കന്മാരും അധികാരികളും എവിടെയെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. അതുകൊണ്ടാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്, അൽ മുൽക്കു യൗമഇദിൻ ലില്ലാഹി യഹ്കുമു ബൈനഹും, ഖിയാമത്ത് നാളിൽ പരലോകത്ത് അല്ലാഹുവിനാണ് പൂർണ്ണമായ അധികാരമുള്ളത്. നിശ്ചിത സമയത്തേക്ക് പോലും ഒരാൾക്കും ഒരു അധികാരവുമില്ല. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് എന്ന് പറഞ്ഞാൽ അതാണ്. അള്ളാഹു പരലോകത്ത് പൂർണ്ണമായും അള്ളാഹുവിനാണ് അധികാരം. നിശ്ചിത സമയത്തേക്ക് പോലും ഒരാൾക്കും ഒരു അധികാരവുമില്ല എന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ വിശദീകരണമാണ് അള്ളാഹു പറയുന്നത്, മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അവൻ്റെ അരികിൽ പരലോകത്ത് അള്ളാഹുവിൻ്റെ അനുമതിയോട് കൂടിയല്ലാതെ ശുപാർശ നടത്താൻ ആരാണുള്ളത്? നോക്കൂ, അള്ളാഹുവിൻ്റെ പരലോകത്തിലെ പരമാധികാരം അത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിൻ്റെ സമ്മതമില്ലാതെ അള്ളാഹുവിനോട് സംസാരിക്കാൻ പോലും ഒരാൾക്കും സാധിക്കുകയില്ല. അത്രയും പൂർണ്ണമായും ഉള്ള അധികാരമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പരലോകത്ത്. മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അള്ളാഹുവിൻ്റെ അരികിൽ അള്ളാഹുവിൻ്റെ സമ്മതമില്ലാതെ അള്ളാഹുവിനോട് ശുപാർശ നടത്തുവാൻ ആരാണുള്ളത്? അഥവാ അള്ളാഹുവിൻ്റെ സമ്മതമില്ലാതെ അള്ളാഹുവിനോട് ശുപാർശ നടത്താൻ ഒരാൾക്കും സാധിക്കുകയില്ല. അന്ന് ശുപാർശ നടത്തൽ പോലും പൂർണ്ണമായും അള്ളാഹുവിൻ്റെ കയ്യിലായിരിക്കും. അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെയായിരിക്കും. പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളിൽപ്പെട്ട ഏതെങ്കിലും പ്രത്യേകമായ ആളുകളോട് കാരുണ്യം ചെയ്യണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശുപാർശ അനുവദിക്കും. അള്ളാഹു തൃപ്തിപ്പെടുന്ന ആളുകളിൽ നിന്ന് മാത്രം. പക്ഷെ ശുപാർശ ചെയ്യുന്ന ആൾക്ക് ആദ്യം തന്നെ ആരംഭിക്കാൻ പറ്റുമോ? ഇല്ല. ശുപാർശ ചെയ്യുന്ന ആൾ ശുപാർശ എപ്പോഴാണ് ആരംഭിക്കുക? അള്ളാഹുവിൻ്റെ സമ്മതത്തിന് ശേഷം മാത്രമാണ് ആരംഭിക്കുക.
അതല്ലാതെ ആർക്കും നേരിട്ട് ചെന്ന് അള്ളാഹുവിൻ്റെ സമ്മതമില്ലാതെ അള്ളാഹുവിനോട് ശുപാർശ നടത്താൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരെ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരെ സാധിക്കുകയില്ല. നമുക്കറിയാം, ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ ജനങ്ങളെല്ലാം ഒരുമിക്കും. അവിടെ സൂര്യൻ ഒരു ചാണ് മുകളിലായിരിക്കും ഉണ്ടായിരിക്കുക. അവിടെ ഓരോ ആളുകളും അവരുടെ തിന്മകൾക്കനുസരിച്ച് വയർപ്പിൽ മുങ്ങിക്കുളിച്ച അവസ്ഥയിലായിരിക്കും നിൽക്കുക. അപ്പോൾ ജനങ്ങൾക്ക് ഈ പ്രയാസം കടുത്തപ്പോൾ ജനങ്ങളെല്ലാവരും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അരികിലേക്ക് പരാതിയുമായി പോയി. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് വിചാരണ പെട്ടെന്നാക്കുവാൻ ശുപാർശ നടത്തുന്നതിന് വേണ്ടി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അരികിൽ പോയി. പക്ഷേ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഞാൻ അതിന് നിൽക്കുകയില്ല. എൻ്റെ റബ്ബ് മറ്റൊരു ദിവസവും കോപിച്ചിട്ടില്ലാത്തതുപോലെ ഇന്ന് കോപിച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ തിന്മയെ ഭയക്കുന്നു, അതുകൊണ്ട് ഞാൻ ശുപാർശ നടത്തുകയില്ല. ജനങ്ങൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അരികിലേക്ക് ജനങ്ങളെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മടക്കും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവർ ഇതേ കാര്യം ആവശ്യപ്പെടും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും വിസമ്മതിക്കും. അങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അരികിലേക്ക് പോകുവാൻ പറയും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഈ പറഞ്ഞതുപോലെ ഒഴിഞ്ഞു മാറും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അരികിലേക്ക് മടക്കും. മൂസാ നബിയും ഇതുപോലെ അവരെ മടക്കും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് മടക്കും. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ റസൂലായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് പോകുവാൻ ജനങ്ങളോട് പറയുകയും ജനങ്ങൾ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലെത്തി കാര്യം പറയുകയും ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അനലഹ, ഞാനുണ്ടതിന്, ആ ശഫാഅത്ത് നടത്തുവാൻ ഞാനുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. എന്നിട്ടത് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പോയി ശഫാഅത്ത് ചോദിക്കുകയാണോ ചെയ്യുന്നത്? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അർശിന് കീഴിൽ സുജൂദിൽ കിടക്കും. ഒരുപാട് നേരം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടന്ന് അള്ളാഹു അപ്പോൾ പഠിപ്പിക്കുന്ന അള്ളാഹുവിനുള്ള സ്തുതിവാക്കുകൾ പറഞ്ഞ് അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടേയിരിക്കും, അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, യാ മുഹമ്മദ് ഇർഫഅ റഅസക് സൽ തുഅത വശഫ്ഫഅ തുശഫ്ഫഅ. മുഹമ്മദ്, തല ഉയർത്തിക്കൊള്ളുക, നീ ചോദിച്ചത് നിനക്ക് ലഭിക്കപ്പെടും. നീ ശുപാർശ നടത്തുക, ശുപാർശ നിനക്ക് ലഭിക്കപ്പെടും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ. അപ്പോൾ നോക്കൂ, പരലോകത്ത് അള്ളാഹുവിനോട് ശുപാർശ നടത്തണമെങ്കിൽ അള്ളാഹുവിൻ്റെ അനുമതി ആവശ്യമാണ്. എല്ലാവർക്കും ശുപാർശ ലഭിക്കുമോ? ഇല്ല. അള്ളാഹുവിൻ്റെ തൃപ്തിയുള്ള ആളുകൾക്ക് മാത്രമേ ശുപാർശ ലഭിക്കുകയുള്ളൂ. മുശ്രിക്കിനും കാഫിറിനും പോലെയുള്ള ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ശുപാർശ ലഭിക്കുകയില്ല. വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതദ. മലക്കുകൾ, മുഅ്മിനീങ്ങൾ, അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരൊക്കെ ശുപാർശ നടത്തുക ആർക്ക് വേണ്ടിയാണ്? അള്ളാഹുവിന് തൃപ്തിയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ശുപാർശ നടത്തുക. അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത മുശ്രിക്കുകളും കാഫിറുകളുമായ ആളുകൾക്ക് അവർക്ക് ഒരു ശുപാർശയും അവിടെ ഉപകാരപ്പെടുകയില്ല. അവർക്ക് ഒരു ശുപാർശയും അവിടെ ഉപകാരപ്പെടുകയില്ല എന്ന് നമുക്ക് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇസ്നിഹി എന്ന് പറഞ്ഞാൽ. ശേഷം അള്ളാഹു പറയുന്നു, യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതും അറിയുന്നവനാണ്. അഥവാ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ സംഭവിച്ചു പോയ കാര്യങ്ങളെല്ലാം അള്ളാഹു അറിഞ്ഞിരിക്കുന്നു. വമാ ഖൽഫഹും, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്ന ഭാവിയിൽ എന്തെല്ലാം കാര്യങ്ങളാണോ നടക്കാനിരിക്കുന്നത് അതും അള്ളാഹു അറിഞ്ഞിരിക്കുന്നു.
അള്ളാഹുവിൻ്റെ അറിവ് അത് വിശാലമായ അറിവാണ്. സകലതിനെയും അള്ളാഹുവിൻ്റെ അറിവ് ചൂഴ്ന്നിരിക്കുന്നു. അള്ളാഹു അറിയാത്തതായി ഒന്നുമില്ല. കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമെല്ലാം അള്ളാഹു അറിഞ്ഞിരിക്കുന്നു. ഇനി ഒരു കാര്യം നടക്കുന്നില്ല, നടക്കാത്തൊരു കാര്യം നടന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതുണ്ടായിരിക്കുക എന്നുള്ളതും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ അറിവ്, അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. നടക്കാത്തൊരു കാര്യം അത് നടന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് സംഭവിക്കുക എന്നുള്ളതും അള്ളാഹു അറിയുന്നു. ഉദാഹരണത്തിന്, മുശ്രിക്കുകൾ അവർ നരകത്തിലെത്തിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ അവർ പറയും, അള്ളാഹുവെ ഞങ്ങളെ മടക്കിയണമേ. അപ്പോൾ അള്ളാഹു എന്താണ് പറയുന്നത്? അള്ളാഹു പറയും, അവൻ്റെ വെറും വാക്കാണത്, അതിൽ യാഥാർത്ഥ്യമില്ല. കാരണം അള്ളാഹുവിനറിയാം അവൻ ഇനി മടക്കപ്പെടുകയില്ല. ഇനി മടക്കിക്കഴിഞ്ഞാൽ അവൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അള്ളാഹു മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ട്. അള്ളാഹു എല്ലാം അറിഞ്ഞിരിക്കുന്നു. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ. ഒരു ഇല പൊഴിയുന്നത് അള്ളാഹു അറിയാതെ പോകുന്നില്ല. ഇല പൊഴിയുക എത്ര നിസ്സാരമായ കാര്യമാണ്. നമ്മളെ ചുറ്റും എത്ര ഇലകളാണ് വീഴുന്നത്, നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? അതുപോലും അള്ളാഹു അറിയുന്നു. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാതിൽ അർദി വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. എല്ലാം അള്ളാഹു അറിയുന്നു. നിന്റെ രഹസ്യങ്ങൾ അള്ളാഹുവിന് പരസ്യമാണ്. അള്ളാഹു അല്ലാമുൽ ഗുയൂബ്, അള്ളാഹു അദൃശ്യങ്ങൾ അറിയുന്നവനാണ്. ആലിമുൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവനാണ്. നമ്മളെ രഹസ്യങ്ങൾ അള്ളാഹുവിന് പരസ്യമാണ്. ആരും കാണാതെ നമ്മളൊന്ന് കട്ടുനോക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതറിയുന്നു. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ. ഹൃദയത്തിനുള്ളിൽ നമ്മൾ ഒളിപ്പിച്ചു വെച്ച കാര്യവും നമ്മളുടെ കണ്ണിൻ്റെ കട്ടുനോട്ടവും അള്ളാഹു അറിയുന്നു. നിന്നെക്കുറിച്ച് നിന്നേക്കാൾ കൂടുതൽ അള്ളാഹു അറിയുന്നു. നിന്റെ കാര്യങ്ങളെക്കുറിച്ച് നിനക്കില്ലാത്ത അറിവ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട്. അള്ളാഹുവിൻ്റെ അറിവ് അത് വിശാലമാണ്. അള്ളാഹു ബികുല്ലി ഷൈഇൻ അലീം. എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു. അവൻ അറിയാത്തതായി ഒന്നുമില്ല. അതാണ് യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും എന്ന് പറഞ്ഞാൽ. എന്നിട്ട് അള്ളാഹു പറയുന്നു, വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. മനുഷ്യന്മാർക്ക് അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് അവൻ ഉദ്ദേശിച്ച കാര്യമല്ലാതെ മനുഷ്യന്മാർക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കുകയില്ല. വലാ യുഹീതൂൻ, മനുഷ്യർ അവർക്ക് ചൂഴ്ന്നറിയാൻ സാധിക്കുകയില്ല. ബിശൈഇൻ മിൻ ഇൽമിഹി, അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ചൂഴ്ന്നറിയാൻ മനുഷ്യന്മാർക്ക് സാധിക്കുകയില്ല. ഇല്ലാ ബിമാ ശാ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച കാര്യങ്ങളല്ലാതെ. മനുഷ്യന്മാരുടെ അറിവ് അത് പരിമിതിയുള്ള അറിവാണ്. അള്ളാഹു പറഞ്ഞു, വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. നിങ്ങൾക്ക് നൽകപ്പെട്ട അറിവ് അത് കുറച്ചല്ലാതെ മറ്റൊന്നുമല്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് അവൻ ഉദ്ദേശിച്ച അറിവുകളല്ലാതെ മനുഷ്യന്മാർക്ക് ചൂഴ്ന്നറിയുവാൻ സാധിക്കുകയില്ല. വസിഅ കുർസിയ്യുഹു സ്സമാവാതി വൽ അർദ്. അള്ളാഹുവിൻ്റെ കുർസി അത് ആകാശഭൂമികളെ ഉൾക്കൊള്ളുന്നതാണ്. അള്ളാഹുവിൻ്റെ കുർസി അത് ആകാശഭൂമികളെ ഉൾക്കൊള്ളുന്നതാണ്. അള്ളാഹുവിൻ്റെ കുർസി ആകാശഭൂമികളെ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ അപാരമായ ശക്തിയെയും അള്ളാഹുവിൻ്റെ അപാരമായ വിശാലമായ ആധിപത്യത്തെയും അറിയിക്കുന്ന കാര്യമാണ്. എന്താണ് സഹോദരങ്ങൾ അള്ളാഹുവിൻ്റെ കുർസി എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ സ്വഹാബികൾ പറഞ്ഞു തന്നതുപോലെ മൗളിഉ ഖദമയി റബ്ബ്, അള്ളാഹുവിൻ്റെ കാൽപാദങ്ങൾ വെക്കുന്ന സ്ഥാനമാണ് കുർസി എന്ന് പറഞ്ഞാൽ. ആ കുർസി അത് ആകാശഭൂമിയോളം അതിനേക്കാൾ വിശാലമാണ്. ആകാശഭൂമിയെ ഉൾക്കൊള്ളുന്നതാണ് അള്ളാഹുവിൻ്റെ കാൽപാദം വെക്കുന്ന സ്ഥാനം പോലും. അള്ളാഹുവിൻ്റെ ഖുദ്റത്ത്, അള്ളാഹുവിൻ്റെ അധികാരം എത്ര വിശാലമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. എന്താണ് ഈ ഭൂമി, എന്താണ് ഈ ആകാശമെന്നാൽ മനുഷ്യന്മാർക്ക് ഇന്നും ഈ ഭൂമിയുടെയോ ആകാശത്തിൻ്റെയോ വിശാലത അത് കണ്ടെത്താനായിട്ടില്ല.
എന്താണ് ഭൂമിയുടെ വലുപ്പം? എന്താണ്? നമ്മൾ ഇരിക്കുന്ന ഈ ഒരു സ്ഥലം, ഈ ഒരു പ്രദേശം, നമ്മുടെ നാടായ പ്രദേശം, അതുപോലും പൂർണ്ണമായും നമ്മൾ കണ്ടിട്ടുണ്ടോ? ഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹദീസുകളിൽ വന്നതായി കാണാം, ഓരോ ആകാശത്തിനുമിടയിൽ 500 വർഷത്തെ വഴി ദൂരമുണ്ട്. ഈ ആകാശത്തെയും ഭൂമിയെയും ഉൾക്കൊള്ളുന്നതാണ് അള്ളാഹുവിൻ്റെ കേവലം അവൻ്റെ കാൽപാദം വെക്കുന്ന കുർസി. വസിഅ കുർസിയുഹു അശ്സമാവാതി വൽ അർദ്. അള്ളാഹുവിൻ്റെ കുർസി ആകാശഭൂമിയെ ഉൾക്കൊള്ളുന്നതാണ്. കുർസി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മൗളിഉ ഖദമൈ റബ്ബ്, റബ്ബിൻ്റെ കാൽപാദങ്ങൾ വെക്കുന്ന സ്ഥാനമാണ്. കുർസിയും അർഷും ഒന്നാണോ? അല്ല, ഒന്നല്ല. കുർസിയിനേക്കാൾ വലുതാണ് അർഷ്. കുർസിയും അർഷും ഒന്നല്ല. കുർസിയിനേക്കാൾ വലുതാണ് അർഷ്. അർഷാണ് ഏറ്റവും വലിയ അള്ളാഹുവിൻ്റെ സൃഷ്ടി. അർഷാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ സൃഷ്ടി. ആ അർഷിൻ്റെ മേലാണ് അള്ളാഹു ഇസ്തിവായിലായിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഗാംഭീര്യത്തിനും അവൻ്റെ മഹത്വത്തിനും യോജിച്ച രൂപത്തിൽ ആ അർഷിൻ്റെ മേലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്തിവായിലായിട്ടുള്ളത്. ആ അർഷ് വഹിക്കുവാൻ മലക്കുകളുണ്ട്. ഭീമന്മാരായ വലിയ സൃഷ്ടിപ്പുള്ള അള്ളാഹുവിൻ്റെ വലിയ മലക്കുകളാണ് അള്ളാഹുവിൻ്റെ അർഷ് വഹിക്കുന്ന മലക്കുകൾ. എന്നാൽ പല ആളുകളും അർഷും കുർസിയും ഒന്നാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അതല്ലെങ്കിൽ അവർ പറയുന്നു അർഷ് എന്ന് പറഞ്ഞാൽ അതൊരു യാഥാർത്ഥ്യമുള്ള ഒരു കാര്യമല്ല, അത് നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ അറിവിനെ അറിയിക്കുന്ന കാര്യമാണ്. കുർസി എന്ന് പറഞ്ഞാൽ അതൊരു യാഥാർത്ഥ്യമുള്ള കാര്യമല്ല, കുർസി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അറിവിനെ അറിയിക്കുന്ന കാര്യമാണ്. അർഷ് എന്ന് പറഞ്ഞാലോ അതും അത് യാഥാർത്ഥ്യമുള്ള ഒരു കാര്യമല്ല. അർഷ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അധികാരത്തിനെ അറിയിക്കുന്നതാണ്. അപ്പം അള്ളാഹു അർഷിൻ്റെ മേൽ ഇസ്തിവായിലായി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അള്ളാഹു അർഷിൻ്റെ മേൽ ഇസ്തിവായിലായി എന്ന് പറഞ്ഞാൽ അള്ളാഹു അധികാരം ഏറ്റെടുത്തു എന്നാണ് അർത്ഥം. എങ്ങനെ ഇതിനെ ദുർവ്യാഖ്യാനിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. ഇതൊക്കെ പിഴവാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ നിലപാട് എന്നാൽ കുർസി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കാൽപാദം വെക്കുന്ന സ്ഥാനമാണ് അർഷ്. അള്ളാഹു ഇസ്തിവാ ചെയ്യുന്ന കാര്യമാണ് അർഷ്. എന്നാൽ അർഷ് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ സൃഷ്ടിയാണ്. ഇത് രണ്ടും ഒന്നല്ല എന്നുള്ളതാണ്. അർഷാണ് ഏറ്റവും ഉയർന്ന അർഫഉ അൽ മഖ്ലൂഖാത്ത്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉയരത്തിലുള്ള സൃഷ്ടി എന്നാൽ അത് അർഷാൻ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്ന ഒരു വാചകം, ഈ വാചകം പല പണ്ഡിതന്മാരും പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകത്തിൻ്റെ ഹുക്കുമാണ് ഈ വാചകത്തിനുള്ളത് എന്നാണ്. അദ്ദേഹം പറയാണ്, ബൈന സമാഇ ദുനിയ വല്ലതി തലീഹ 500 ആമിൻ. ഒന്നാം ആകാശവും അതിൻ്റെ മുകളിലുള്ള ആകാശവും തമ്മിൽ 500 വർഷത്തെ വഴിദൂരമുണ്ട്. വബൈന കുല്ലി സമാഇൻ 500 ആം. ഓരോ ആകാശങ്ങൾക്കിടെ 7 ആകാശമാണുള്ളത് അല്ലേ? 7 ആകാശത്തിനുമിടയിൽ 500 വർഷത്തെ വഴിദൂരമുണ്ട്. വബൈന സമാഇ സാബിഅതി വൽ കുർസി 500 ആമിൻ. 7 ആകാശത്തിനും അള്ളാഹുവിൻ്റെ കുർസിയിനുമിടയിൽ 500 വർഷത്തെ വഴിദൂരമുണ്ട്. വബൈനൽ കുർസി വൽ മാഇ 500 ആമിൻ. കുർസിയിനും വെള്ളത്തിനുമിടയിൽ 500 വർഷത്തെ വഴിദൂരമുണ്ട്. വൽ അർഷു ഫൗഖൽ മാഇ. ആ വെള്ളത്തിനു മുകളിലാണ് അർഷുള്ളത്. ആ അർഷിൻ്റെ മേലാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയുള്ളത്. നോക്കൂ, അള്ളാഹു എത്രയും ഉന്നതനാണ് എന്ന് നോക്കൂ. 500 വർഷം, ഓരോ ആകാശത്തിനുമിടയിൽ 500 വർഷത്തെ വഴിദൂരമുണ്ട്. 7 ആകാശത്തിനും കുർസിയിനുമിടയിൽ 500 വർഷത്തെ വഴിദൂരമുണ്ട്. ആ കുർസിയിനും വെള്ളത്തിനുമിടയിൽ 500 വർഷത്തെ വഴിദൂരമുണ്ട്. വെള്ളത്തിൻ്റെ മേലാണ് അർഷുള്ളത്, അർഷിൻ്റെ മേലാണ് റബ്ബുള്ളത്. സുബ്ഹാനല്ലാഹ്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യഖ്ഫാ അലൈഹി ഷൈഉം മിൻ അഅമാലിക്കും. ആ അല്ലാഹുവിന് നിങ്ങളുടെ ഒരു പ്രവർത്തനവും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയാതെ പോകുന്നില്ല എന്ന്
അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ. അപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞത് അർശ് എന്നുള്ളത് ഷഖ്ഫുൽ മഖ്ലൂഖാത്ത്, അത് അള്ളാഹുവിൻ്റെ പടപ്പുകളുടെ മേൽക്കൂരയാണ്. ഏറ്റവും ഉയർന്ന സൃഷ്ടി എന്നാൽ അത് അള്ളാഹുവിൻ്റെ അർശാണ്. എന്തൊക്കെ സൃഷ്ടികൾ ബാക്കിയുണ്ടോ അതൊക്കെ ഈ അർശിന് കീഴിലാണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കുർസി അത് ആകാശഭൂമികളെ ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ കുർസി അല്ല ഒരിക്കലും ഏറ്റവും വലിയ സൃഷ്ടി. ഏറ്റവും വലിയ സൃഷ്ടി എന്നുള്ളത് അർശാൻ. എത്രത്തോളം എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസ്സമാവാതു സബ്ഉ ഫീ കുർസിയിൻ ഇല്ലാ കഹൽഖത്തിൻ മുൽഖാത്തിൻ ഫീ അർദി ഫലാ. കുർസിയും ഭൂമിയും വെച്ചു നോക്കിയാൽ ആകാശഭൂമികൾ ഒരു വിശാലമായ മരുഭൂമിയിൽ ഒരു ചെറിയ മോതിരം കൊണ്ടുപോയിട്ടാൽ എങ്ങനെയാണ് അതുപോലെയായിരിക്കും കുർസിയും ആകാശഭൂമികളും വെച്ചു നോക്കിയാൽ ആകാശഭൂമികൾ ഉണ്ടായിരിക്കുക. ഇനി അർശും കുർസിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതും ഇതുപോലെയാണ്. അർശിയും കുർസിയും വെച്ചു നോക്കിയാൽ ഒരു വലിയ മരുഭൂമിയിൽ ഒരു ചെറിയ മോതിരം കൊണ്ടുപോയിട്ടാൽ എങ്ങനെയാണോ അതാണ് കുർസി അർശിനെ വെച്ച് നോക്കുമ്പോൾ. മുൻഗാമികളായ സലഫു സ്വാലിഹീങ്ങൾ പറഞ്ഞതായി കാണാം, കുർസി എന്ന് പറഞ്ഞാൽ അതൊരു ചവിട്ടുപടി പോലെയാണ് എന്ന് മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവൻ്റെ കാൽപാദം വെക്കുന്ന സ്ഥാനം എന്ന് പറഞ്ഞാൽ അത് അർശിലേക്ക് കയറുന്ന അള്ളാഹുവിൻ്റെ ഒരു ചവിട്ടുപടി പോലെയാണ് അർശ് കുർസി എന്ന് സലഫു സാലിഹീങ്ങൾ വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അർശിൻ്റെ മേലാണ്. അർശിനെ വഹിക്കുന്ന മലക്കുകൾ അവരെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ അർശിനെ കുറിച്ച് മനസ്സിലാക്കുക, കുർസിയെ കുറിച്ച് മനസ്സിലാക്കുക, അത് അവസാനം എത്തുന്നത് റബ്ബിലേക്കാണ്. അതുകൊണ്ടാണ് ഇത് വിശദീകരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഉദിന ലി അൻ ഉഹദ്ദിസ അൻ മലകിൻ മിൻ മലായികത്തില്ലാഹി മിൻ ഹമലത്തിൽ അർശ്. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മലക്കുകളിൽപ്പെട്ട അള്ളാഹുവിൻ്റെ അർശ് വഹിക്കുന്ന ഒരു മലക്കിനെ കുറിച്ച് പറഞ്ഞു തരാൻ എനിക്ക് അനുമതി ലഭിച്ചിട്ടുണ്ട്. ആ മലക്കിൻ്റെ വലുപ്പത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നമാ ബൈന ശഹ്മതി ഉദുനിഹി ഇലാ ആതിഖിഹി മസീറത 700 ആമിൻ. ആ മലക്കിൻ്റെ അള്ളാഹുവിൻ്റെ അർശ് വഹിക്കുന്ന ഒരു മലക്കിൻ്റെ വിശേഷണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ആ മലക്കിൻ്റെ ചെവിക്കുറ്റി മുതൽ ആ മലക്കിൻ്റെ തോള് വരെ 700 വർഷത്തെ വഴി ദൂരമുണ്ട്. അള്ളാഹുവിൻ്റെ അർശ് വഹിക്കുന്ന മലക്കിൻ്റെ വലുപ്പാണ് പറയുന്നത്. ആ മലക്കിൻ്റെ പൂർണ്ണമായ വലുപ്പമല്ല, അതിൻ്റെ ചെവിക്കുറ്റി, ആ മലക്കിൻ്റെ ചെവിക്കുറ്റി മുതൽ അതിൻ്റെ തോള് വരെ 700 വർഷത്തെ വഴി ദൂരമുണ്ട്. നോക്കൂ സഹോദരങ്ങളെ, ഇതാണ് അള്ളാഹുവിൻ്റെ ഖൽഖായ സൃഷ്ടിയായ അർശിനെ വഹിക്കുന്ന ഒരു മലക്കിൻ്റെ വലുപ്പമെങ്കിൽ, അർശിൻ്റെ വലുപ്പം നമ്മൾ പറഞ്ഞു, കുർസിൻ്റെ വലുപ്പം നമ്മൾ പറഞ്ഞു, ആകാശഭൂമികളുടെ വിശാലത നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ ഇതിനെ സംവിധാനിച്ച റബ്ബിൻ്റെ വലുപ്പം എത്രയായിരിക്കും? ആ റബ്ബിൻ്റെ മഹത്വം എത്രയായിരിക്കും? ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളാണ് നമ്മൾ. അവനെയാണ് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്, അവനെയാണ് നമ്മൾ പേടിക്കുന്നത്, അവനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. അതിൽ നമ്മൾ അഭിമാനിക്കണം. നമ്മളെ സ്നേഹിക്കുന്നത്, നമ്മൾ ആരാധിക്കുന്നത് വല്ല പശുവിനെയോ പൂച്ചയെയോ വിഗ്രഹത്തിനെയോ ജാറത്തെയോ മക്ബറനെയോ ഒന്നുമല്ല. ഈ പറഞ്ഞ വിശേഷണങ്ങളുള്ള അക്ബറായ, ഏറ്റവും വലിയവനായ, ഏറ്റവും മഹത്വമുള്ളവനായ റബ്ബിനെയാണ് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത് എന്നതിൽ നമ്മൾ ഇസ്സത്തിനാവുക. നമ്മൾ അതിൽ അഭിമാനിക്കേണ്ടതുണ്ട്. എന്താണ് അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ വിചാരിച്ചു വെച്ചിട്ടുള്ളത്? ആരെയാണ് നമ്മൾ ധിക്കരിക്കുന്നത്? ഈ പറഞ്ഞ മഹത്വമുള്ളവനായ, ഏറ്റവും വലിയവനായ, അർശിൻ്റെ റബ്ബായ, കുർസിയിൻ്റെ റബ്ബായ, ഈ പറഞ്ഞ ആകാശങ്ങളുടെയും ഭൂമികളുടെയും റബ്ബായ ഈ റബ്ബിനെയാണ് നമ്മൾ ധിക്കരിക്കുന്നത്. ആ റബ്ബിന്
ഒരു ഗാംഭീര്യവും നമ്മൾ കൽപ്പിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചില്ലേ, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, നിങ്ങൾ റബ്ബിനൊരു ഗാംഭീര്യവും നിങ്ങൾ കൊടുക്കുന്നില്ലേ? അള്ളാഹു പറഞ്ഞു വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രി, അള്ളാഹുവിനെ നമ്മൾ ധിക്കരിക്കുന്നുണ്ട് എങ്കിൽ സഹോദരങ്ങളെ നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലായിട്ടില്ല. വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രി, അള്ളാഹു ഖുർആനിൽ പറഞ്ഞ എത്രയോ ആയത്തുകളിൽ പറഞ്ഞ കാര്യമാണ് വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രി. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണക്കാക്കേണ്ടതുപോലെ അവർ കണക്കാക്കിയിട്ടില്ല. വൽ അർദു ജമീഅൻ ഖബ്വതുഹു, ഈ ഭൂമി മുഴുവൻ, ഈ വിശാലമായ ഭൂമി മുഴുവൻ അവൻ്റെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങും. വസ്സമാവാതു മുതവിയാതും ബിയമീനി, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിനെ അവൻ ചുരുട്ടും, അവൻ്റെ വലത് കൈ കൊണ്ട് ചുരുട്ടും. സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. ഇത്രയും മഹത്വമുള്ള ഈ റബ്ബ് സുബ്ഹാനഹു വ തആല, അവനിലാണ് ജനങ്ങൾ പങ്കു ചേർക്കുന്നത്. അള്ളാഹുവിനെ പങ്കു ചേർക്കുന്നതിൽ നിന്ന് അള്ളാഹു എത്രയോ പരിശുദ്ധൻ. ഈ റബ്ബിനെ സഹോദരങ്ങൾ എങ്ങനെയാണ് നമുക്ക് ധിക്കരിക്കാൻ സാധിക്കുക? അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഉൻദുർ അദമത മൻ തഅസി, നീ ധിക്കരിക്കുമ്പോൾ, അള്ളാഹുവിനെ ധിക്കരിക്കുമ്പോൾ ആ ധിക്കരിക്കുന്ന റബ്ബിൻ്റെ മഹത്വം നീ മനസ്സിലാക്കുക. നമ്മൾ ഈ പഠിച്ച, നമ്മൾ ഈ കേട്ട കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരണം. ആ റബ്ബിൻ്റെ മഹത്വം നമുക്ക് ഓർമ്മ വരണം. റബ്ബിനെ ധിക്കരിക്കുമ്പോൾ ആ മഹത്വം നമുക്ക് ഓർമ്മ വരേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വലാ യഊദുഹു ഹിഫ്ദുഹുമ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഈ ആകാശഭൂമികൾ അതിനെ സംരക്ഷിക്കുക, അതിനെ നിയന്ത്രിക്കുക എന്നുള്ളത് അള്ളാഹുവിന് ഒരിക്കലും ഭാരമുള്ള കാര്യമല്ല. അള്ളാഹുവിന് വളരെ നിസ്സാരമായ കാര്യമാണത്. വഹുവൽ അലിയുൽ അസീം, അള്ളാഹു അങ്ങേയറ്റം മഹത്വമുള്ളവനും അവൻ അലിയുമാണ്, അത്യുന്നതനുമാണ്. അള്ളാഹു അലിയാണ് എല്ലാം കൊണ്ടും. അള്ളാഹു അർശിൻ്റെ മേലാണ്, ഏറ്റവും മുകളിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിൻ്റെ അധികാരം കൊണ്ട്, അള്ളാഹുവിൻ്റെ അറിവ് കൊണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആധിപത്യം കൊണ്ട്, അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങൾ കൊണ്ടെല്ലാം അള്ളാഹു അത്യുന്നതനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അസീമാണ്, അങ്ങേയറ്റം മഹത്വം ഉള്ളവനാണ്. ഇതാണ് ആയത്തുൽ കുർസി, അതിൻ്റെ ഒരു ചുരുങ്ങിയ വിശദീകരണം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അള്ളാഹു അവനല്ലാതെ മറ്റൊരു ഇലാഹില്ല, അവനാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ. ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം, അവന് ഒരു ഉറക്കമോ ഒരു മയക്കമോ ബാധിക്കുകയില്ല. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, അവൻ്റേതാണ് ആകാശഭൂമിയും അതിലുള്ളതെല്ലാം. മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അവൻ്റെ അരികിൽ അവൻ്റെ സമ്മതം കൂടാതെ ശുപാർശ പറയാൻ ആരാണുള്ളത്? യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവരുടെ പിൻപിലുള്ളതും മുന്നിലുള്ളതുമെല്ലാം അവൻ അറിയുന്നു. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ, അവൻ ഉദ്ദേശിച്ചതല്ലാതെ മനുഷ്യന്മാർക്ക് അവൻ്റെ അറിവിൽ നിന്ന് ഒന്നും ചൂഴ്ന്നറിയാൻ സാധിക്കുകയില്ല. വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ്, അവൻ്റെ കുർസി ആകാശഭൂമികളെ ഉൾക്കൊള്ളുന്നു. വലാ യഊദുഹു ഹിഫ്ദുഹുമ, ആകാശഭൂമികളെ സംരക്ഷിക്കുക എന്നുള്ളത് അല്ലാഹുവിന് പ്രയാസമുള്ള കാര്യമല്ല. വഹുവൽ അലിയുൽ അസീം, അവൻ അങ്ങേയറ്റം മഹത്വമുള്ളവനും എല്ലാ നിലക്കും അത്യുന്നതനുമാണ്. ഇതാണ് ആയത്തുൽ കുർസി. ഉലമാക്കൾ വിശദീകരിച്ചതുപോലെ ഈ ആയത്തുൽ കുർസിയിൽ തൗഹീദിൻ്റെ 3 ഇനങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ട്. തൗഹീദുർ റുബൂബിയ്യ, അള്ളാഹുവാണ് റബ്ബ് എന്ന് ആയത്തുൽ കുർസിയിലുണ്ട്. തൗഹീദുൽ ഉലൂഹിയ്യ, അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന് അള്ളാഹു ആയത്തുൽ കുർസിയിലൂടെ സ്ഥാപിക്കുന്നുണ്ട്. തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെക്കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തുൽ കുർസിയിൽ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അറിവ് അത് വളരെ വിശാലമാണ്, അള്ളാഹുവിൻ്റെ അധികാരം വളരെ വിശാലമാണ് എന്ന പാഠം
ആയത്തുൽ കുർസിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഒരുപാട് പാഠങ്ങൾ ആയത്തുൽ കുർസിയിൽ നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് അല്ലാഹു പറഞ്ഞതിന് ശേഷം പറഞ്ഞ കാര്യങ്ങളെല്ലാം തൗഹീദിനുള്ള ന്യായങ്ങളാണ്. തൗഹീദിന്റെ തെളിവാണ് പിന്നീട് പറയുന്നതല്ല. അല്ലാഹു അല്ലാതെ മറ്റാരും ഇലാഹല്ല എന്ന് പറയാനുള്ള കാരണം അത് അല്ലാഹുവാണ്, അൽ ഹയ്യുൽ ഖയ്യൂം, അവന് ഉറക്കമോ മയക്കമോ ഇല്ല എന്ന് തുടങ്ങി അവസാനം വരെ പറയുന്നതെല്ലാം തൗഹീദിനുള്ള ന്യായങ്ങളാണ്. അപ്പോൾ ആയത്തുൽ കുർസിയിൽ മുഴുവൻ തൗഹീദാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ളതാണ്. സഹോദരങ്ങൾ, ഇത്രയും ന്യായങ്ങൾ ഉണ്ടായിട്ടും തൗഹീദ് അംഗീകരിക്കാൻ എന്താണ് ജനങ്ങൾക്ക് തടസ്സമാകുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തൗഹീദിന് ഇത്രയും തെളിവുകളും ന്യായങ്ങളും ഉണ്ടായിട്ടും എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കാൻ നമുക്ക് സാധിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ പങ്കു ചേർക്കുന്നത് എത്ര മോശമായ കാര്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ പങ്കു ചേർക്കുന്നത് എത്ര വലിയ വിഡ്ഢിത്തരമാണ്, എത്ര വലിയ കടുത്ത അപരാധമാണ് എന്ന് ആയത്തുൽ കുർസി അത് മനസ്സിലാക്കിയ ഒരുവന് ബോധ്യപ്പെടും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തൗഹീദിനാണ് ന്യായമുള്ളത്, ശിർക്കിന് യാതൊരു ന്യായവും ഇല്ല എന്നുള്ളതാണ്. ആയത്തുൽ കുർസി പല സന്ദർഭങ്ങളിലും ഓതൽ സുന്നത്താണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട സന്ദർഭങ്ങളാണ് നിസ്കാരത്തിന് ശേഷമുള്ള സന്ദർഭങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മൻ ഖറഅ ആയത്തുൽ കുർസി ഫി ദുബുരി കുല്ലി സ്വലാത്തിൻ മക്തൂബത്തിൻ ലം യംനഅഹു മിൻ ദുഖൂലിൽ ജന്നതി ഇല്ലാ അയ്യമൂത്ത്. ആരെങ്കിലും ആയത്തുൽ കുർസി ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം പാരായണം ചെയ്താൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ മരണമല്ലാതെ മറ്റൊരു തടസ്സവും അവനില്ല. ആയത്തുൽ കുർസി നമ്മൾ പാരായണം ചെയ്യണം നിസ്കാരത്തിന് ശേഷം. അതിൻ്റെ അർത്ഥങ്ങൾ ആലോചിച്ചുകൊണ്ട്, അതിൻ്റെ മഹത്വങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ നിസ്കാരങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യുക? അത് പാരായണം ചെയ്യുക. അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ പാരായണം ചെയ്യൽ സുന്നത്താണ്. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്ർ അതിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചു. ആ സകാത്തുൽ ഫിത്ർ അതിൻ്റെ ചുമതല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഏറ്റെടുത്തു. അത് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സ്ഥലത്ത് ഒരിക്കൽ അദ്ദേഹം ഒരു കള്ളനെ പിടികൂടി. അതിൽ നിന്ന് മോഷ്ടിക്കാൻ വന്നതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അയാൾ പിടികൂടി. എന്നിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്നെ ഞാൻ ഏൽപ്പിക്കും. അയാൾ പറഞ്ഞു, ദാരിദ്ര്യം കൊണ്ട് വന്നതാണ്, വിശപ്പ് സഹിക്കാൻ പറ്റാണ്ട് കട്ടുപോയതാണ്, ഇനി ആവർത്തിക്കുകയില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അയാളെ വെറുതെ വിട്ടു. പിറ്റേ ദിവസവും ഇതുപോലെ വന്നു, പിടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, ദാരിദ്ര്യം കൊണ്ട് വന്നതാണ്. വീണ്ടും വിട്ടയച്ചു. മൂന്നാമത്തെ ദിവസം ഇതുപോലെ വന്നു. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തറപ്പിച്ചു പറഞ്ഞു, നിന്നെ ഇന്ന് എന്ത് തന്നെയായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ കൊണ്ടുപോയി കൊടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ അയാൾ പറഞ്ഞു, എന്നെ വിട്ടയക്കുകയാണെങ്കിൽ ഞാനൊരു കാര്യം പഠിപ്പിച്ചു തരാം. അതെന്താണ്? അയാൾ പറഞ്ഞു കൊടുത്തു, ഇദാ അവൈത ഇലാ ഫിറാശിക ഫഖറ ആയത്തുൽ കുർസി ഫഇന്നഹു ലൻ യസാല അലൈക മിനല്ലാഹി ഹാഫിദുൻ വലാ യഖറബുക ശൈത്താനുൻ ഹത്താ തുസ്ബിഹ. കാരണം ഉറങ്ങുമ്പോൾ ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ നേരം പുലരുന്ന വരെ ശൈത്താൻ നിന്നെ സമീപിക്കുകയില്ല, മലക്കുകൾ നിനക്ക് സംരക്ഷണത്തിനായി നിന്റെ കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അയാളെ വിട്ടയച്ചു. പിറ്റേന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വദഖക വഹുവ കദൂബ്. അവൻ പറഞ്ഞത് സത്യമാണെങ്കിലും അവൻ കള്ളനാണ്. ഇത്ര ദിവസം നിന്റെ അടുത്ത് വന്നിരുന്നത് അത് പിശാചാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ച കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു. ആയത്തുൽ കുർസി
രാത്രി കടക്കുമ്പോൾ ഓതിക്കഴിഞ്ഞാൽ മലക്കുകളുടെ സംരക്ഷണം ഉണ്ടായിരിക്കും നേരം പുലരുന്നത് വരെ. അതുപോലെ തന്നെ ശൈത്താൻ സമീപിക്കുകയും ചെയ്യുകയില്ല. രാത്രി കടക്കുമ്പോൾ ആയത്തുൽ കുർസി ഓതുക. അതുപോലെ തന്നെ ചില റിവായത്തുകളിൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന് ഇതേ സമാനമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ശൈത്താൻ പറഞ്ഞു കൊടുത്തു ജിന്നുകളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഇതുപോലെ ഒരു ജിന്നുകളിൽപ്പെട്ട ഒരാളെ കണ്ടുമുട്ടിയപ്പോൾ, അയാൾ മനുഷ്യൻ്റെ കോലത്തിൽ വന്നപ്പോൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചോദിച്ചതാണ്, നിങ്ങളെപ്പോലുള്ള ആളുകളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തു, രാവിലെയും വൈകുന്നേരവും എന്ത് ചെയ്യുക, ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. ഉലമാക്കൾ സ്വഹീഹാക്കിയിട്ടുണ്ട്. ഇമാം തബറാനി അദ്ദേഹത്തിൻ്റെ മുഅ്ജമിലെല്ലാം ഉദ്ധരിച്ചതായി കാണാൻ സാധിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വദഖക ഖബീസ്, ആ ഖബീസ് മ്ലേച്ഛനായ അവൻ നിന്നോട് പറഞ്ഞത് സത്യമാണ്. അപ്പോൾ രാവിലും വൈകുന്നേരവുമായി ആയത്തുൽ കുർസി ഓതാം. അതുപോലെ തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞു പൈശാചികമായ ഉപദ്രവങ്ങൾ ഉണ്ടാകുമ്പോഴും ആയത്തുൽ കുർസിയും, പ്രത്യേകമായ ആയത്തുൽ കുർസിയും അതുപോലെ തന്നെ പൊതുവായും സൂറത്തുൽ ബഖറയും പാരായണം ചെയ്യൽ സുന്നത്തായ കാര്യമാണ്. ആയത്തുൽ കുർസിയുമായി ഒരാൾക്ക് എത്രത്തോളം ബന്ധം ഉണ്ടാകുമെന്നൊന്ന് ആലോചിച്ച് നോക്ക്. എല്ലാ ദിവസവും 5 നേരത്തെ നിസ്കാരത്തിന് ശേഷം ഓതിയ 5 തവണയായി. അതിനു പുറമെ ഉറങ്ങാൻ കിടക്കുമ്പോൾ 6ആയി. രാവിലും വൈകുന്നേരം 7, 8. ചുരുങ്ങിയത് ഒരു ദിവസത്തിൽ 8 തവണ ആയത്തുൽ കുർസി ഓതൽ സുന്നത്തായ കാര്യമാണ്. അത് നമുക്ക് ഹിഫ്ളാണ്, അള്ളാഹുവിൽ നിന്നുള്ള സംരക്ഷണം നേടിത്തരുന്ന കാര്യമാണ്. കാരണം ആ ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്വവും അവൻ്റെ നാമഗുണ വിശേഷണങ്ങളും അവൻ്റെ തൗഹീദും അവനെക്കുറിച്ച് മാത്രമാണുള്ളത്. അപ്പോൾ ഇത് നമ്മൾ പ്രാവർത്തികമാക്കുക. ആയത്തുൽ കുർസിയുടെ ഏറ്റവും വലിയ പാഠമെന്നാൽ തൗഹീദാണ്. തൗഹീദിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. ഷിർക്ക്, അതിൻ്റെ ഗൗരവം തിരിച്ചറിയുക. അള്ളാഹുവിൻ്റെ ഗാംഭീര്യം, അള്ളാഹുവിൻ്റെ മഹത്വം തിരിച്ചറിയുക. ആയത്തുൽ കുർസി നമ്മളോട് പറയുന്ന ഏറ്റവും വലിയ പാഠത അള്ളാഹുവിൻ്റെ മഹത്വം. അള്ളാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള പേടി നമ്മുടെ മനസ്സിലേക്ക് വരണം. ശലഫുകൾ അവരോട് ഇത്തഖില്ല എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ എന്തെങ്കിലും ഗ്ലാസോ മറ്റോ ഉണ്ടെങ്കിൽ അത് ഉറച്ച് നിലത്തു വീഴുമായിരുന്നു എന്നാണ്. അവർ അള്ളാഹുവിന് കൊടുത്ത മഹത്വം ഇതായിരുന്നു. ഒരിക്കലും സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രയിൽ വിശ്രമിക്കുന്നതിന് വേണ്ടി ഒരു മരത്തിൻ്റെ താഴെ കടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാള് ആ മരത്തിൻ്റെ ചില്ലയിൽ തൂക്കിയിട്ടു. ഒരു അറാബി അതിലൂടെ കടന്നു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിപ്പിക്കുന്നതിന് വേണ്ടി അവിടുത്തെ തന്നെ വാളെടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴുത്തിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ ഈ അറാബി വാള് ഓങ്ങി നിൽക്കുന്നതാണ് കാണുന്നത്. അറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, മുഹമ്മദ്, ഈ വാളിൽ നിന്ന് നിന്നെ ഇപ്പോൾ രക്ഷിക്കാൻ ആരാണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടും ഭയക്കാതെ ഒരു കുലുക്കവുമില്ലാതെ പറഞ്ഞു, അല്ലാഹ് എന്ന് പറഞ്ഞു എന്നാണ്. അറാബിയുടെ കൈ വിറക്കുകയും ആ വാള് നിലത്തേക്ക് വീഴുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് ആ വാളെടുത്ത് പറഞ്ഞു, ഇനി നിന്നെ ഈ വാളിൽ നിന്ന് രക്ഷിക്കാൻ ആരാണുള്ളത്? ആ അറാബി പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, മാപ്പാക്കണം. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അപ്പം നോക്കൂ, അള്ളാഹ് എന്ന വാക്ക് അത് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ട മാറ്റം അത് വലുതാണ്. അള്ളാഹുവിൻ്റെ മഹത്വം നമ്മൾ തിരിച്ചറിയുക, അള്ളാഹുവിൻ്റെ ഗാംഭീര്യം നമ്മൾ തിരിച്ചറിയുക, നമ്മൾ റബ്ബിനെ കുറിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കുക. അതാണ് ഏറ്റവും വലിയ അറിവ്. ഏറ്റവും മഹത്തായ അറിവ് റബ്ബിനെ കുറിച്ചുള്ള അറിവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കേട്ടതും പറഞ്ഞതും അത് ജീവിതത്തിൽ നമുക്കേവർക്കും ഉപകാരമുള്ളത് ആക്കി തീർക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരിരുത്തം അള്ളാഹുവിൻ്റെ അരികിൽ സ്വീകരിക്കുന്ന അമലുൻ സാലിഹായി തീർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم
وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.